ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കാം കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് ദോശയും തലേന്നത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടിയിട്ടാണ് രാവിലെ തന്നെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ച് ക്ലീനിങ് അധികമുള്ള ദിവസമാണ് കേട്ടോ. തട്ടിക്കൊട്ടലൊക്കെ ഒന്ന് അധികമുള്ള ദിവസമാണ്. അങ്ങനെ ഇതാ രാവിലെ തന്നെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കിയിട്ടൊന്ന് പൊതുപ്പൊക്കെ ഒന്ന് മടക്കി വെക്കണം കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഇതാ 2 പൊതുപ്പുണ്ട്. ആ ഒരു ബ്ലാങ്കറ്റ് അത് രണ്ടും ആദ്യം തന്നെ അങ്ങോട്ട് മടക്കി വെച്ചിട്ട് പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. എവിടെ നിന്നാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് എന്നുള്ള സ്ഥലത്തിൻ്റെ പേരൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. കാരണം എനിക്ക് ആരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തലയണ ഒന്ന് തട്ടിക്കൊട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള തലയണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചിടുന്നത് കേട്ടോ. ബെഡ്ഷീറ്റ് ഇപ്പം നേരെ വിരിച്ചതുകൊണ്ട് തന്നെ മാറ്റി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് തന്നെയാണ്. പിന്നെ എന്താ നമ്മൾ ലാസ്റ്റ് തലയണൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ മടക്കി വെച്ചിട്ടുള്ള ബ്ലാങ്കറ്റ് ഈ ഒരു സൈഡിലായിട്ട് വെച്ചു കേട്ടോ. പിന്നെ അലക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുപോവാണ്. അങ്ങനെ എന്താ ഈ ഒരു റൂം നീറ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് റൂം ഇതാണ്. ഇത് പിന്നെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ഡ്രസ്സിൻ്റെ കൊട്ടയും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു വെച്ചാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ടേബിളിലുള്ള ബാഗും സാധനങ്ങളൊക്കെ മാറ്റി ലാസ്റ്റ് ഇതാ നമ്മൾ വാഷ് ബേസ് ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നുണ്ട്. മിറർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. പിന്നെ ഇതാ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വേഗം വന്നിട്ട് ഇതാ കറി ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ചെറുപയർ കറി ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കറിയാണ്. അങ്ങനെ ഇതാ ചെറുപയർ നല്ലപോലെ കേക്ക് എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെല്ലുള്ളി ഉണ്ടല്ലോ അതും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതൊക്കെ തൊലിയൊക്കെ ഞാൻ ആദ്യം തന്നെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. ചെറുപയറിലേക്ക് തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവുന്ന ടൈം കൊണ്ട് അകമൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കട്ടെ കേട്ടോ. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ലപോലെ കച്ചറുണ്ട് കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മക്കൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും വെറുതെ ഇങ്ങനെ പേപ്പർ ചുറ്റി കൂട്ടിയിടും കേട്ടോ. അങ്ങനെ ഇതാ മൊത്തം ഒന്ന് അകം ഡൈനിങ് ഹാളും റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് അടിച്ചാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ചോറ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കുറച്ചൊന്ന് വന്നപ്പോൾ ഞാൻ വേഗത റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. ഇതാർക്കാ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചെറിയ ലീവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മോളെ കടയിലേക്കൊക്കെ കൊണ്ടുപോയി സാധനമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ വരുമ്പോഴേക്കും അകൊക്കെ ഒന്ന് തുടച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയ വീണ്ടും യേശുവിനെ മദ്രസയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗത അകൊക്കെ ഒന്ന് തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെയാണ് തുടച്ചെടുക്കുന്നത്. ഇത് രാവിലെ തന്നെ അങ്ങോട്ട് ചെയ്ത് വെക്കും കേട്ടോ. കാരണം ആരെങ്കിലുമൊക്കെ വരുന്നത് നമ്മൾ സിറ്റ് ഔട്ടാണല്ലോ ആദ്യം തന്നെ കാണുക. അപ്പോൾ അത് നീറ്റായിട്ട് വെച്ചാൽ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ എളുപ്പമാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അടിച്ചാരി തുടച്ചിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചോപ്പറിലിട്ടിട്ടാണ് ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ചോപ്പർ വന്നതിന് ശേഷം എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അരിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അരിയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ അതാ ചോപ്പറിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം വെല്ലുള്ളി ഉണ്ടല്ലോ അതെടുക്കുന്നുണ്ട് കേട്ടോ. അതെടുത്ത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇടുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ചെറുതായിട്ട് കൊത്തി കൊത്തിയാണ് ഈ ഒരു വെല്ലുള്ളി അരിഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ഒരു കഷ്ണം മുറിയാണ് കേട്ടോ നമ്മൾ ചെറുപയറിലേക്ക് ഇട്ടിട്ടുള്ളത്. കുറച്ച് വലുപ്പമുള്ള വെല്ലുള്ളി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് തോനെ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. ആദ്യം തന്നെ ഇതാ ചെറുപയർ നല്ലപോലെ വെന്ത് വന്നപ്പം അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതാ വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതേ പാനിൽ തന്നെയാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത്.
അതാ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കാനിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കട്ടെ. നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെല്ലുള്ളിയും കൂടിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണേ. ഏകദേശമൊക്കെ നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ബീട്രൂട്ട് അരിഞ്ഞ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ടൈമിൽ അടുപ്പത്ത് ബീട്രൂട്ട് ചേർത്തതിന് ശേഷമാണ് കേട്ടോ പച്ചമുളകും കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. പിന്നെ ഇതാ ഇതിലേക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുവന്ന പച്ചമുളക് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ഈ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ കറിയൊക്കെ ഒന്ന് മൂടി വെച്ച് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. 10 മണി കഴിഞ്ഞപ്പോൾ അതാ ഈശു മദ്രസ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ മദ്രസ ഇട്ട് വന്ന് ചായ കുടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയ കടയിൽ പോയി വരുന്ന സമയത്ത് ലഡുവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ദോശയും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ലഡു ആണ് കേട്ടോ ഈശു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ബീട്രൂട്ട് നല്ലപോലെ കുക്കായി വന്നതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് മാറ്റി കൊടുക്കാൻ നേരത്താണ് കേട്ടോ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് 50 റുപ്യക്ക് അയില മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് പിന്നെ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇതാ കുറച്ച് മീൻ മാത്രം 50 രൂപക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ മീൻ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. ചെറിയ അയിലക്കുട്ടികളാണ് കേട്ടോ. അതിതാ ഞാൻ മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കട്ടെ വിചാരിച്ചു കേട്ടോ. കറിയൊന്നും വെക്കുന്നില്ല, പൊരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ വാങ്ങിയിട്ട്. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യാതെ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് സുർക്കി ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതാ ഓരോ അയില എടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഈ ഒരു മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ മൊത്തം മസാല കൂട്ടി വെക്കുന്നത്. ഇപ്പം കുറച്ച് മാത്രം എടുത്തിട്ട് പൊരിച്ചിട്ട് രാത്രിക്ക് പിന്നെ ബാക്കിയുള്ളതും കൂടി പൊരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മൊത്തം മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെറുതൊക്കെ ചെറിയ അയിലാണ് കേട്ടോ. കുറച്ച് പിന്നെ വലിപ്പമുള്ളത് കുറച്ചേ ഉള്ളൂ. അങ്ങനെ അത് നല്ലപോലെ എല്ലാ ഭാഗവും മസാലയൊക്കെ തേച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അലക്കലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗത വന്നിട്ട് പാന് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മീനൊന്ന് ഫ്രീ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാലയൊക്കെ ഇപ്പോൾ ഏകദേശം കുറേ ടൈമായിട്ടോ, അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നല്ലപോലെ മീനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഓരോ മീൻ ചേർത്തിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാവരും കൂടി ഇരുന്നിട്ട് ഉച്ചയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ കറിയും ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും മീൻ പൊരിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് സ്കൂളിൽ എന്താ പറയുക ചെറുപയർ കറിയും കൂട്ടി ചോറ് കഴിച്ചത് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.